ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഫർവാനിയ എന്ന് പറഞ്ഞ കുവൈത്തിലൊരു സ്ഥലത്തോട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏട്ടനും ഏട്ടത്തെയൊക്കെ കൂടെ നമുക്ക് ഉണ്ണിയപ്പവും അച്ചാറും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കോമൺ ആയിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫർവാനിയ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇത് കളക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? ഇത് ഈ വരുന്നതാണ് കേട്ടോ ചേട്ടൻ. നമുക്ക് ഓൾറെഡി ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഏത് സ്ഥലത്ത് ഇറങ്ങണ്ടേന്നുള്ളത്. അങ്ങനെ നമുക്ക് സാധനം കിട്ടി. ചേട്ടനോട് ടാറ്റ എല്ലാം പറഞ്ഞ് നമ്മൾ നേരെ പോയത് ഗ്രാൻഡിലോട്ടായിരുന്നു. കാരണം ഇവർക്ക് 2 ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. വഴിതെറ്റിപ്പോയത് നേരെ പച്ചക്കറി സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ ആദ്യം. പിന്നെ നമ്മൾ ഡയറക്റ്റ് നേരെ ആക്സസറീസ് ഉള്ള സെക്ഷനിലോട്ട് പോയി. ഇവിടെ എത്തിയപ്പോൾ ഇതാ കൊട്ടക്കണക്കിന് സാധനങ്ങൾ, ബാഗ്, ബോട്ടിൽ, ഷൂസ്, ഡ്രസ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷനായി എന്താ എടുക്കേണ്ടതെന്ന്. ഈ ബാഗൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തിന് വലിയ ഒരു ഗുമ്മുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളത് എടുത്തില്ല കേട്ടോ. പിന്നെ ഈ ബോട്ടിലൊക്കെ കണ്ടോ, സ്പ്രേ ബോട്ടിലാണ്, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫിൽറ്റർ ചെയ്യാനായിട്ട് തുടങ്ങി. ഒന്നെടുക്കും വേണ്ട, ഒന്നെടുക്കും പിന്നെ അത് മാറ്റും, അങ്ങനെയായിട്ട്. ആക്ച്വലി മിന്നു മാത്രമല്ല, മിന്നുൻ്റെ റൂംമേറ്റ് ചേച്ചിയും ഗിഫ്റ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ഗിഫ്റ്റാണ് നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നത്. ഇതിഷ്ടമായോ മിന്നു? ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പോലത്തെ ഒരു ഐറ്റം അല്ലേ? സെപ്പറേറ്റ് വേറെ ബാഗൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ആ കവറൊക്കെ നല്ല രസമുണ്ട് കാണാം. ഒന്ന് കാണിച്ചേ. നൈസ് അല്ലേ? 2 കപ്പുണ്ടോ? 2 കപ്പുണ്ട്, 3 കപ്പ് ഇതോടെ കൂട്ടി. അങ്ങനെ നമ്മളിത് ഫൈനലി എടുക്കുകയാണ് അല്ലേ? നല്ല രസമുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. അടുത്തത് എന്താ വാങ്ങിക്കേണ്ടതെന്നുള്ളത് നോക്കി നടന്ന് ഞങ്ങളൊരു കൺഫ്യൂഷൻ ആയപ്പോൾ തന്നെ നേരെ വീഡിയോ കോൾ ചെയ്ത് ഇവളെ റൂംമേറ്റിനെ വിളിച്ചു. ഇതേ ഈ ചേച്ചിയാണെങ്കിൽ പറഞ്ഞത് എന്നാൽ ഒരു ശരി ബാഗ് എടുത്താൽ മതി എന്നാണ്. അങ്ങനെ ബാഗൊക്കെ കാണിച്ചു കൊടുത്ത് ആൾക്ക് ഇഷ്ടമായി. വെയിലത്ത് നമുക്ക് തൊപ്പി ഇടാണ്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് തൊപ്പിയും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. ഏത് സെക്ഷനാണ്, ഏത് ഭാഗത്ത് അറിയില്ല. മിന്നുവിന് തൊപ്പി വേണോ? മിന്നു ഒരെണ്ണം കൂടെ എക്സ്ട്രാ എടുക്കാം. അതെ, അവിടെ ഉണ്ട് തൊപ്പി. പർപ്പിൾ എടുത്ത് നോക്ക്. പർപ്പിൾ അല്ലേ, പിങ്ക്. അത് പിങ്ക് അല്ലേ? അതൊക്കെ ചുമച്ചോളിയോ? അത് നല്ല സൂപ്പറാ, സെറ്റാ. ബ്ലാക്ക് ഒന്ന് എടുത്ത് നോക്കി. ബ്ലാക്ക് ഏതെങ്കിലും. ഫൈനലി ഈ ഒരു ബ്ലാക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷേ ഈ ചൂടത്ത് നമ്മൾ ബ്ലാക്ക് ക്യാപ്പ് ഇട്ട് നടക്കുമോ എനിക്കറിയില്ല, ഡൗട്ടാണ്. പിന്നെ അതങ്ങ് പെൻഡിങ്ങിൽ വെച്ചു ആ ഒരു ക്യാപ്പ്. വേറെ കളർ കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ദേ വീണ്ടും ഡ്രസ്സ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അങ്ങനെ ഇറങ്ങി വരാൻ തോന്നുക? ഞങ്ങൾ അവിടെ തന്നെ അതൊക്കെ നോക്കി കറങ്ങി നിൽക്കുമായിരുന്നേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ബെൽറ്റ് ഉണ്ട്. ഇത് നമുക്ക് നല്ല രസമില്ലേ കാണാൻ? വെറൈറ്റി ബെൽറ്റ്, അതിൻ്റെ കളർ ചേഞ്ചും ഉണ്ട്. എൻ്റെ റൂമിലെ സകലതും ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ട്രെൻഡാണ് കളർ ചെയ്യുക എന്നുള്ളത്. കളർ ചെയ്യില്ല, അവർക്കൊക്കെ ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട്. എന്നെപ്പോലെ കഴിവില്ലാത്തവർ ഇതേപോലെ കളറിങ് ബുക്കുകൾ യൂസ് ചെയ്യും. ഇത് വാങ്ങിച്ചാലോ? ബ്രോക്കോളി വെജിറ്റബിൾ കളർ. ഇത് കുറച്ചും കൂടെ സിമ്പിളാവും വാങ്ങിക്കുകയാണെങ്കിൽ. ചുമ്മാ കളർ കൊടുത്താൽ മതി, ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ചെറിയ വണ്ടിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ വണ്ടി പ്രാന്തൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കളിക്കുന്ന സാധനം കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് നിർത്തി നോക്കിയെന്നേ ഉള്ളൂ. സംഭവം കൊള്ളാം. കിട്ടി ഗായ്സ്, കിട്ടി. ഒമേഗ. എന്താണ് ഒമേഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടുവേദനയും കാലുവേദനയും. നമ്മുടെ കോടാലി. നമ്മൾ ഇങ്ങനത്തെ ഷോപ്പിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പ്രേകളുണ്ട്. ഈ സ്പ്രേ എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ സ്പ്രേ അടിക്കാൻ മറന്നാലും ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ അടിക്കാം. നമ്മളൊരു വെറൈറ്റി സാധനം കണ്ടിട്ടുണ്ട്. ബ്രഷ് എടുക്കുമ്പോൾ കുപ്പി ഫ്രീ. അത് ഒരു ബ്രഷ് അല്ല, എത്ര ബ്രഷാ? രസമുണ്ട് കേട്ടോ. കുറേ ബ്രഷ് ഉണ്ട്. കൊള്ളാം. പല്ല് തേച്ചിട്ട് വെള്ളം കുടിക്കണം. നല്ല രസമുണ്ടല്ലേ ആ കളറ്. സണ്ണി ടൂത്ത് ബ്രഷ്. എൻ്റെ അപ്പൻ്റെ പേര് മിന്നു സണ്ണിയുടെ
സ്വന്തം ബ്രാൻഡാണ് ഗൈസ്. ഒരു ഷോപ്പിൽ പോകുമ്പോൾ മനുഷ്യന്മാരെ പ്രലോഭിപ്പിക്കുക ഇങ്ങനെ പലതും വെച്ചിട്ടുണ്ടാവും. അങ്ങോട്ടൊന്നും നമ്മൾ ചാടിത്തുള്ളി പോവരുത്. നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം തന്നെ വിചാരിക്കത്തുള്ളൂ. കാണിച്ചേ. പക്ഷെ ഇത് ഉണ്ണിയപ്പം അല്ല, ഇതെന്താ മീറ്റ് ബോൾസ് ആണ്. ഈ ചൂടത്ത് സെറ്റർ ഇട്ട് വന്നോളെ എന്നാ പറയണം. ഇതെന്താ അറിയോ ഗൈസ്, ബട്ടർ. അയ്യോ അറിയത്തില്ല. 850 പൈസയേ ഉള്ളൂ. നല്ല ലാഭമാണ്. പക്ഷെ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേനും ഉരുകി ഇങ്ങനെ കൈയോട് പോവുകയാണ്. ഇനി അധികം ലേറ്റ് ആക്കാതെ നമുക്ക് നേരെ ബില്ല് ചെയ്യാനായിട്ട് പോവാം. കാരണം ഗിഫ്റ്റ് എല്ലാം നമുക്ക് റാപ്പ് ചെയ്യണ്ടേ. നമ്മൾ വാങ്ങിച്ച ഈ ഒരു ഹാൻഡ് ബാഗ് ഇങ്ങനെ ബോക്സിനകത്തായിട്ടൊന്നും ഇവർ തരത്തില്ല. അപ്പോൾ ഒരു ഗിഫ്റ്റ് കവറിൽ വേണം നമ്മളിത് റാപ്പ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യുന്നുള്ളത് ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷനായിരുന്നു. കുറച്ച് ക്രിയേറ്റീവ് മൈൻഡുള്ള ആരെങ്കിലും വന്നിട്ട് പൊതിഞ്ഞ് തരാമെന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ ക്രിയേറ്റീവ് മൈൻഡുള്ള ആൾ. ഇതെങ്ങനെയാണ് റാപ്പ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. വ്ളോഗാ ഞങ്ങള് ആൾ നമ്മുടെ നാട്ടുകാരനായിരുന്നു. ആൾ പറഞ്ഞത് വ്ളോഗിലൊക്കെ ഫേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാൻസ് കൂടും, തിരക്കാവും എന്നൊക്കെ ആയിരുന്നു. എന്തായാലും അവർ ഗിഫ്റ്റ് ഞാൻ അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് തന്നു. ഇത്രയും നേരം AC അകത്ത് നിന്ന് സുഖിക്കായിരുന്നു. ഇനി നേരെ പോകുന്നത് തെറിച്ച വെയിലത്തോട്ടാണ്. നല്ല വെയിലാണ്. ഒരു വെയിൽ മിന്നു എവിടെ? എങ്ങനെയുണ്ട്? ഒരു ഉണ്ണിയപ്പക്കഥ. ഒരു ഉണ്ണിയപ്പം വാങ്ങിക്കാൻ പോയതിൻ്റെ ആണ് ഗൈസ്. ഉണ്ണിയപ്പം വാങ്ങിച്ചു, ഗിഫ്റ്റും വാങ്ങിച്ചു. നല്ല വെയിലും. നാട്ടിലെ പോലല്ല ഇമ്മാതിരി വെയില്. ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. നമുക്ക് ഇങ്ങനെ ബിരിയാണി വാങ്ങിക്കാൻ കിട്ടും ഇവിടെ. ബിരിയാണി നമുക്ക് തൂക്കി വാങ്ങിക്കാം ഗൈസ്, അതാ നല്ലത്. ഇവിടെ എത്തിയപ്പോഴത്തേനും വാടി കരിഞ്ഞു പോയി. ചത്തു പറഞ്ഞ പോലെ. ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി വെയിലാണ്. പിന്നെ നാട്ടിൽ നിന്ന് അവർ ഇത്രയും കഷ്ടപ്പെട്ട് കൊടുത്തു വിട്ടുകൊണ്ട് നമ്മൾ പോയിട്ട് വാങ്ങിച്ചു. അത്യാവശ്യമായതുകൊണ്ട് മാത്രം വെയിലത്തിറങ്ങിപ്പോയി വാങ്ങിച്ചു. അങ്ങനെ അവളെ റൂമിലോട്ട് പോയി. ഞാൻ എൻ്റെ റൂമിലോട്ടും വന്നു. കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കട്ടെ. കാരണം ആ ചൂട് അങ്ങ് ദേഹത്തുനിന്ന് വിട്ടു പോകുന്നില്ല. അമ്മാതിരി ചൂടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാം. ഇതാണ് മാംഗോ നമ്മൾ വാങ്ങിച്ചത്. ബിരിയാണിയുടെ കൂടെ സാലഡും അച്ചാറൊക്കെ കിട്ടുന്നുണ്ട്. കഴിക്കാം. സാലഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ കൊണ്ടുപോയ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തായിരുന്നു ഉണ്ണിയപ്പം അച്ചാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. വാട്ടർ ബോട്ടിൽ മസ്റ്റാണ്. അതുകൂടാതെ ഒരു പോർട്ടബിൾ ഫാൻ ഉണ്ടായിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കിങ്ങനെ കാറ്റ് കിട്ടാനായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഉണ്ണിയപ്പം അച്ചാറും മാങ്ങാത്തോലും ഉണക്കിയിട്ടുള്ള അച്ചാറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്താ അവസ്ഥ എന്നറിയത്തില്ല. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് പറയാം. സക്സസ്ഫുള്ളി നമ്മുടെ അച്ചാറിലെ ഓയിലെല്ലാം പുറത്തു പോയിട്ടുണ്ടായിരുന്നു.
എന്നാലും വേണ്ടിയില്ല, ഞാനതെല്ലാം എടുത്ത് തുടച്ച് റൂമിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. എവിടെ പോവുക? ഞാൻ പള്ളിയിൽ പോകണം. പോയി വരേക്കോ ബാസന്തി. ചേച്ചി കൊണ്ടുവന്ന് ചേട്ടൻ ഓക്കെ. പിന്നെ അത് വീട്ടിൽ നിന്ന് അവർ കൊടുത്തു വിട്ടതാ. ഇനി നമുക്ക് ഈ അച്ചാറും കുപ്പി അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. ആരും പേടിക്കേണ്ട, എണ്ണ ഒട്ടും പോയിട്ടില്ല കേട്ടോ. ആക്രാന്തം മാത്രം കിട്ടിയ പാടെ ഉണ്ടോ? സന്തോഷ. എന്താ അടമാങ്ങയോ? അടമാങ്ങ എന്ന് പറഞ്ഞ എന്താ? ഇത് ഉണക്കിയിട്ടല്ലേ? ഇത് ഈ മാങ്ങ ഉണക്കിയതാണോ? ഇത് ഞങ്ങളുടെ നാട്ടിൽ അടമാങ്ങാന്ന് പറഞ്ഞത്. ഞങ്ങളുടെ മലപ്പുറത്ത് ഇങ്ങനെ അടമാങ്ങ എന്നുള്ള ഒരു ടേം ഒന്നും ഞാൻ കേട്ടിട്ടില്ല. മാങ്ങാത്തോൽ ഉണക്കിയത് എന്നൊക്കെ പറയാറുള്ളൂ. എന്തായാലും വേണ്ടില്ല, കുറേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.